നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. വ്യായാമത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആസ്റ്റർ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധൻ തൃശൂർ ടാഗോർ നഗർ സ്വദേശി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ ഡോക്ടർ അൻവർ സാദത്ത് ദുബായിൽ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. മൃതദേഹം ദുബായിൽ ഖബറടക്കും. ഷാർജയിൽ പ്രവാസി ബുക്ക് സംഘടിപ്പിക്കുന്ന 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ജൂലൈ 20 ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് ഖിസൈസ് അൽ നഹ്ദ സെൻട്രൽ ഷമീം യൂസഫിന്റെ വീരചക്ര എന്ന നോവലിന്റെയും അഖിലേഷ് പരമേശ്വരന്റെ 18ാം പട്ട എന്ന കഥാസമാഹാരത്തിന്റെയും പ്രകാശന ചടങ്ങാണ് നടക്കുന്നത്. വീരചക്രയുടെ പ്രകാശനം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായ EK ദിനേശൻ കഥാകൃത്തും ഫോട്ടോഗ്രാഫറുമായ അഡ്വക്കേറ്റ് പ്രവീൺ പാലക്കിനും നിർവഹിക്കും. എയർബസിൽ നിന്ന് കുവൈറ്റ് എയർവേസിന് 2ാമത്തെ A321 നിയോ വിമാനമെത്തി. അൽ വഫ്ര എന്നാണ് വിമാനത്തിന് പേരിട്ടത്. ആകെ 9 വിമാനങ്ങളുടെ കൈമാറ്റത്തിനാണ് കുവൈറ്റ് എയർവേസും എയർബസും തമ്മിൽ കരാറുള്ളത്. തങ്ങളുടെ 2ാമത്തെ എയർബസ് A321 നിയോ വിമാനം എത്തിയതായി വ്യാഴാഴ്ച കുവൈറ്റ് എയർവേസ് പ്രഖ്യാപിച്ചു. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും സേവന നിലവാരം ഉയർത്തുന്നതിനുമുള്ള എയർലൈൻസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ വിമാനം എത്തിച്ചത്. വരും വർഷങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ എത്തിക്കും. അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച നടത്തിയ കേസിൽ 5 പ്രതികൾക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച് ദുബായ് ക്രിമിനൽ കോടതി. മുഴുവൻ പ്രതികളും മധ്യേഷ്യൻ പൗരന്മാരാണ്. ശിക്ഷ കാലാവധിക്ക് ശേഷം പ്രതികളെ നാടുകടത്താനും കോടതി നിർദ്ദേശിച്ചു. ജബൽ അലി മേഖലയിൽ യൂറോപ്യൻ കുടുംബത്തിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വിസിറ്റ് വിസയിലെത്തിയ പ്രതികൾ വീട്ടുടമയും കുടുംബവും നാട്ടിലേക്ക് പോയ സമയത്ത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് മോഷണം നടത്തുകയായിരുന്നു. വീട്ടുടമ തിരികെ എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. കുവൈറ്റിൽ വൻതോതിലുള്ള പൗരത്വ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 440 പേരുടെ പൗരത്വം കൂടി അധികൃതർ റദ്ദാക്കി. ഇതോടെ ഈ കേസിൽ പൗരത്വം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം 1060 ഉയർന്നു. നേരത്തെ 620 പേരുടെ പൗരത്വം റദ്ദാക്കിയിരുന്നു. ഈ കേസിൽ വ്യാജരേഖകളുടെ വലിയ ശൃംഖല തന്നെയുള്ളതായി കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ഏറ്റവും പുതിയ കേസിൽ 1940 ജനിച്ച ഒരാളെ കേന്ദ്രീകരിച്ചാണ്. ഇയാളുടെ കേസിൽ മാത്രം 440 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. രേഖകളിൽ ഇയാൾക്ക് 22 മക്കളുണ്ടെന്നായിരുന്നു. എന്നാൽ 7 പേർ വ്യാജരേഖകൾ ചമച്ചവരും തെറ്റായ തിരിച്ചറിയൽ രേഖകളും 1940കളുടെ അവസാനം മുതൽ 1950കളുടെ തുടക്കം വരെ വ്യത്യസ്ത ജനന തീയതികളും ഉള്ളവരാണെന്ന് കണ്ടെത്തി. ഇതിൽ ഒരു മകനുമായി പിതാവിന് പ്രായം 8 വയസ്സ് മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത്. വിദേശത്ത് താമസിക്കുന്ന ട്രാവൽ ഏജന്റായ 34-കാരിയായ ഇന്ത്യൻ പൗരയായ സാജിദ യു സ്വന്തം കുടുംബാംഗങ്ങളെ സൈബർ കുറ്റകൃത്യ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയെന്ന കുറ്റത്തിന് മുംബൈ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. സാജിദയും കൂട്ടാളിയെന്ന് ആരോപിക്കപ്പെടുന്ന സാബിർ BMഉം ബാങ്ക് അക്കൗണ്ടുകൾ ചൂഷണം ചെയ്ത് അന്താരാഷ്ട്ര തട്ടിപ്പിന് സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതി കാസർഗോഡ് സൈബർ പോലീസ് കണ്ടെത്തി. വ്യക്തികളെ അക്കൗണ്ടുകൾ തുറക്കാൻ പ്രേരിപ്പിക്കുകയും വിദേശ ക്രിമിനൽ ഗ്രൂപ്പുകൾക്ക് ഉപയോഗിക്കുന്നതിനായി പൂർണ്ണ ആക്സസ് കൈമാറുകയും ചെയ്തു. കൃഷി ബാങ്ക് അക്കൗണ്ടുകൾ എന്നാണ് അധികാരികൾ ഇവരുടെ രീതിയെ അവതരിപ്പിച്ചത്. ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സാജിദയ്ക്കും സാബിറിനുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കുവൈറ്റിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിന് നിരവധി സ്വകാര്യ കമ്പനികളുടെ ഫയലുകൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസ്ബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച തൊഴിലുടമകളുടെ ഫയലുകളാണ് താൽക്കാലികമായി മരവിപ്പിച്ചത്. ഇതോടെ കമ്പനികൾക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കഴിയില്ല. എന്നാൽ നിലവിലുള്ള തൊഴിലാളികളുടെ വിസ പുതുക്കലിനോ സ്ഥാപന മാറ്റത്തിനോ തടസ്സമില്ലെന്ന് അധികൃതർ അറിയിച്ചു. നിയമപ്രകാരമുള്ള ശമ്പള വിതരണം ഉറപ്പാക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് നടപടിയുടെ ലക്ഷ്യം. അപകടകരമായ സമുദ്ര സാഹചര്യങ്ങളിൽ ബ്രേക്ക് വാട്ടറിന് സമീപം കരയിലേക്ക് ഇടിച്ചു കയറിയ കപ്പലിൽ നിന്ന് ദുബായിയുടെ സമുദ്ര സുരക്ഷാ സംഘം 14 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റും ശക്തമായ തിരമാലകളും ഗുരുതരമായ ഭീഷണി ഉയർത്തി. പക്ഷേ ടീമിന്റെ സമയോചിതമായ പ്രതികരണവും പ്രൊഫഷണലിസവും ഒരു വലിയ ദുരന്തമാകുമായിരുന്ന ഒന്ന് ഒഴിവാക്കി. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.